കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളൊരു വീടെടുക്കുന്നു. വീടിനെ 8ആയിട്ട് തിരിക്കുന്നു. ഒരു ബ്രഹ്മസ്ഥാനം, അങ്ങനെ 9 ഭാഗങ്ങളായിട്ട് ആ വീടിനെ തിരിക്കുന്നു. അങ്ങനെ തിരിക്കുന്ന സമയത്ത് ഓരോ ദിക്കുകൾ നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പം ഭൂരിഭാഗം ആൾക്കാർക്കും ഇത് കോമ്പസ് ഇല്ലാതെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഉദയവും അസ്തമനയൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് സാധിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കോമ്പസ് ഉണ്ട്, അതെടുത്തിട്ട് വീടിൻ്റെ കറക്റ്റ് ദിക്കുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയെടുക്കുമ്പോൾ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം നിങ്ങളുടെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അതായത് സൗത്ത് ഈസ്റ്റും സൗത്തും റൂമുണ്ട്, അതിൻ്റെ പാരലായിട്ട് വരുന്നതിൻ്റെ പുറകിലത്തെ ഭാഗം സൗത്ത് വെസ്റ്റിൽ റൂമില്ല, അത്രയും ഭാഗം ഓപ്പണായിട്ട് കിടക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവില്ല. എത്ര പണം വന്നാലും കയ്യിൽ നിൽക്കാതെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ നിങ്ങളുടെ വീട്ടിലുണ്ടാകും. കാരണം കന്നിമൂലയില്ല. വടക്ക് കിഴക്ക് ഭാഗം നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഒരു എനർജി വന്ന് സൗത്ത് വെസ്റ്റ് കന്നിമൂല തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അത് സ്റ്റോർ ചെയ്യുന്നതാണ് നമ്മുടെ വാസ്തുവിൽ പറയുന്നത്. അപ്പോൾ ഓപ്പണായിട്ട് കിടക്കുന്ന സ്ഥലം, ആ ഭാഗത്ത് റൂമില്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ സ്റ്റോറിങ് നടക്കുന്നത്? സ്റ്റോറിങ് നടക്കൂല. അതുകൊണ്ടാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വാതിലുകൾ വെക്കരുത് എന്ന് പറയുന്നത്. അവിടെ വാതിലുകൾ പരമാവധി കുറയ്ക്കണം. പരമാവധി എന്നല്ല, വാതിൽ പുറത്തോട്ടുള്ള വാതിൽ ആ ഭാഗത്ത് നല്ലതേ അല്ല. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു നഷ്ടപ്പെട്ടു പോയ ഭാഗം ബേസ്മെൻറ്റ് കെട്ടി തിരിച്ച് അത് ഒരു പരിധി വരെ ഒരു ആശ്വാസമാവും. അതിൻ്റെ കോർണറിൽ ഒരു ഇരുമ്പ് പൈപ്പ് ഘടിപ്പിച്ചത് അതിൽ ലൈറ്റ് ഇടുന്നത് ഈ ഒരു നഷ്ടപ്പെട്ട ഭാഗം നമുക്ക് അതിൻ്റെ ഒരു എനർജി കിട്ടാനായിട്ട് അത് നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. രണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ടോയ്ലറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ ടോയ്ലറ്റ് അവിടെ നിന്ന് മാറ്റുക. അവിടെ ടോയ്ലറ്റ് വരുമ്പോൾ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ അത് പൂർണ്ണമായും ബാധിക്കും. യാതൊരുവിധ പ്രോഗ്രസ്സും ഇല്ല. നിങ്ങൾ എന്ത് കാര്യത്തിനിറങ്ങിയാലും പ്രശ്നങ്ങൾ അത് സൃഷ്ടിക്കും. അപ്പം ആ ഒരു ടോയ്ലറ്റ് അവിടെ നിന്ന് പൊളിച്ചു മാറ്റുക തന്നെ ചെയ്യുക. അതുപോലെ വടക്ക് കിഴക്ക് ഭാഗം ഉയരത്തിലുള്ള മതിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ നിർമ്മിതികളോ കൊണ്ട് അടച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതവിടെ നിന്ന് മാറ്റേണ്ടതാണ്. നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാവിധ എനർജികളും വരുന്ന പോർഷൻ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗമാണ്. അപ്പോൾ ആ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുനിന്ന് കിട്ടാവുന്ന എനർജി പൂർണ്ണമായും നമുക്ക് സ്വീകരിക്കണം. അവിടെ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളോ അടവുകളോ പാടില്ല. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വാസ്തുവിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് പറയുന്നുണ്ട്, പക്ഷേ ഫുങ്ഷുവിൽ അത് പറയുന്നില്ല. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ഗൃഹനാഥന് ഒരു അഭിവൃദ്ധി ഇല്ലാത്തൊരവസ്ഥ അത് ഉണ്ടാക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പം അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അതിൻ്റെ പരിഹാരം ചെയ്യുക. പരിഹാരം ചെയ്തിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു 6 റോഡ് വിൻചയും കൂടെ ഹാങ് ചെയ്യുക. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗമാണ് സമ്പത്തിൻ്റെ ദിക്ക്. ആ സമ്പത്തിൻ്റെ ദിക്ക് വീടിൻ്റെ പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു മുളച്ചെടി നടുന്നതോ അല്ലെങ്കിൽ ലക്കി ബാമ്പ് വയ്ക്കുന്നതോ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുക. ബാക്കി ഇത്തരം ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ വിൻചേമും ലക്കി ബാബുവൊക്കെ ഉപയോഗിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ വന്നു തുടങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.